ദയവേത് ഇത് കായിക വിനോദങ്ങൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ അനുവദിക്കണം. അല്ല, ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴുള്ള മാലിന്യം അതിവിടെ ഏകദേശം 2-3 ആഴ്ച ഇവിടെ ആർക്കും ആ സൈഡിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതാണ് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ യുവതലമുറ മൊത്തമായിട്ട് മൊബൈൽ ഗെയിം, വീഡിയോ ഗെയിം അതിന് അഡിക്റ്റാണ്. അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരേ ഒരു മാർഗ്ഗം ഇതുപോലത്തെ ഗ്രൗണ്ടിൽ വന്ന് ഓടിച്ചാടി കളിച്ചാൽ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ പൂജപ്പുര ഗ്രൗണ്ട് എന്ന് പറയുന്നത്, ഈ പൂജപ്പുര ഗ്രൗണ്ടിന് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഏതാണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആശ്രയിക്കുന്ന, സാധാരണക്കാരായ ആൾക്കാർ ആശ്രയിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. ഇവിടെ രാവിലെ വ്യായാമത്തിന് വരുന്ന ആൾക്കാരുണ്ട്, സ്പോർട്സ് ആക്ടിവിറ്റികൾക്ക് വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇവിടെ കായിക ഇതര പരിപാടികൾക്ക് ഈ ഗ്രൗണ്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പലതവണ കോർപ്പറേഷനിൽ അപ്രോച്ച് ചെയ്തു. അപ്പോൾ അവിടെ നിന്നൊരു ഉറപ്പ് കിട്ടി, കായിക വിനോദങ്ങൾക്കല്ലാതെ വേറെ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പുറകെ നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഒരു പ്രോഗ്രാമിന് വേണ്ടി സ്റ്റേജ് കെട്ടുകയാണ്. ഈ സ്റ്റേജ് കെട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് ഒരാഴ്ചയോളം ഇവിടെ കളി മുടങ്ങുന്നൊരവസ്ഥയുണ്ട്. അത് മാത്രമല്ല, ഈ ഗ്രൗണ്ട് അവർ ഉപേക്ഷിച്ചിട്ട് പോകുന്ന വളരെ മോശം അവസ്ഥയിലാണ്. ആ കോർപ്പറേഷൻ്റെ അടുത്താണ് നമുക്കൊരു റിക്വസ്റ്റ് കൊടുക്കാനുള്ളത്, താഴ്മയെ ഒരു അപേക്ഷ പറയാനുള്ളത്, ദയവേത് ഇത് കായിക വിനോദങ്ങൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ട് ഉപയോഗിക്കാൻ അനുവദിക്കണം. അങ്ങനെയുള്ള പരിപാടികൾ ഇഷ്ടംപോലെ നടക്കാറുണ്ട്. പല സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഇവിടെ വന്ന് സ്പോർട്സ് ആക്ടിവിറ്റി നടത്തുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു സ്റ്റേജ് കെട്ടി പരിപാടി അവതരിപ്പിക്കാൻ ഇവർക്ക് എത്രമാത്രം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ടാഗോർ തിയേറ്റർ ഉണ്ട്, നിശാഗന്ധി ഓഡിറ്റോറിയം ഉണ്ട്. അങ്ങനെ സർക്കാർ തന്നെ ഒരുപാട് അവസരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവർ ഇതുപോലത്തെ ഒരു ഗ്രൗണ്ടിൽ, നമ്മൾ ആർക്കും എതിരല്ല, ഞാൻ പറയുന്നത് കായികമായ കാര്യങ്ങൾക്ക് കൊടുക്കുക, അല്ലാത്ത കാര്യങ്ങൾക്ക് ദയവായി ഈ ഗ്രൗണ്ടിനെ അനുവദിക്കരുതെന്നാണ് എൻ്റെ ഒരു. ഞങ്ങൾ എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരാളെന്നല്ല, എല്ലാ കൗൺസിലറെയും മേയറേയും കോർപ്പറേഷനിലും ഒക്കെ ഞങ്ങളിത് ഈ ഒരു അപേക്ഷ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ ദയവായി ഈ ഗ്രൗണ്ട് കായിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അപേക്ഷ. മേയർ പറഞ്ഞ റിപ്ലൈ എന്ന് പറയുന്നത്, അവരിനി ഇതിനു മുമ്പ് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് മേയർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. മേയർ വന്നിട്ട് ഇനി ഈ ഗ്രൗണ്ട് നമ്മൾ വേറെ ആർക്കും കൊടുക്കില്ല എന്നൊരു തീരുമാനത്തിൽ ഉറച്ചാണ് ഇവിടെ നിന്ന് പോയത്. അതെ, ഇതിനു മുമ്പ് ഇവിടെ ഒരു യാഗം നടന്നിട്ടുണ്ട്. ഒരു 8-9 ദിവസത്തോടുകൂടി ഈ കുട്ടികൾക്കൊന്നും ഈ ഗ്രൗണ്ടിനകത്ത് കയറാൻ പറ്റാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഈ യാഗം കഴിഞ്ഞ് തീർന്നുടനെ തന്നെയാണ് ഈ പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം വന്ന സമയത്ത് നമ്മൾ ഗ്രൗണ്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അത് പറ്റി ബന്ധപ്പെട്ട് നമ്മൾ വലിയൊരു സംഭവം എല്ലാവരും കൂടെ ഒപ്പിട്ട് മേയറിൽ ഇന്ന് രാവിലെ കൊണ്ട് കൊടുക്കുകയുണ്ടായി. അപ്പോൾ മേയർ അത് നമുക്ക് ഇന്ന് രാവിലെ ഉറപ്പ് പറഞ്ഞ് അവർ ഓർഡിനൻസ് അവിടെ സഭയിൽ അവതരിപ്പിച്ച് അത് തിരിച്ച് നമുക്ക് അനുകൂലമായിട്ട് അവർ ചെയ്തു തരാമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. മുമ്പ് ഞങ്ങൾ വിളിച്ച് സംസാരിച്ച് ഇവിടെ ഒരു നിവേദനമാണ് കൊടുത്തത്. പക്ഷേ ഇന്ന് നമ്മളത് സഭയിൽ വയ്ക്കാൻ കണക്കിനുള്ള ഒരു സംഭവമാണ് നമ്മൾ ഇന്ന് മേയറിൽ നമ്മളെ ഏൽപ്പിച്ചത്. മേയർ നമ്മൾ അടുത്തൊരു, അതായത് നമ്മൾ പൂജപ്പുര വാർഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്തുള്ള കൗൺസിലറും മേയറും കൂടിയാണ്. എന്ത് കാര്യത്തിനും നമ്മളോടത്ത് എല്ലാ കാര്യത്തിനും സഹകരിച്ചിരിക്കുന്ന ഒരാളാണ്. ഇവിടെ സാധാരണ എന്തെങ്കിലും സംഭവം നടന്നു കഴിഞ്ഞാൽ ഇവിടെ സൈക്കിൾ പോളയിലെ പിള്ളേരുണ്ട്, അവരാണ് ഏറ്റവും കൂടുതൽ ഈ ഗ്രൗണ്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഈ സൈക്കിൾ പോള എന്ന് പറയുന്നത് ഇവിടെ ദിലീപ് എന്ന് പറഞ്ഞൊരു കോച്ചുണ്ട്, പുള്ളിക്കാരൻ കൊണ്ടുപോയി ഒരുപാട് കുട്ടികൾക്ക് നല്ല നല്ല ജോലികൾ, അവർ ഒരു സ്റ്റേറ്റും ഇന്ത്യക്ക് വേണ്ടി വരെ കളിക്കുന്ന പ്ലേയേഴ്സ് ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗ്രൗണ്ടാണ് ഈ സൈക്കിൾ പോള ഗ്രൗണ്ടിനകത്ത്. അപ്പം ആ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചെയ്യണത്. പിന്നെ പ്രായമായ നമ്മൾ കുറേ ആൾക്കാരിവിടെ ഉണ്ട്, നമ്മളും ചെയ്യും, കോർപ്പറേഷൻ ചെയ്യും, ഇല്ല ഞങ്ങൾ ഒരിക്കലും പറയുന്നത് കോർപ്പറേഷൻ തന്നെയാണ് വൃത്തിയാക്കുന്നില്ലെങ്കിലും. പക്ഷേ ഗ്രൗണ്ട് നന്നായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെല്ലാം കിടന്ന് കഷ്ടപ്പെട്ടാലേ നേരെ പോകും, സാധാരണ നേരെ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. സമര നടപടി എന്ന് പറയുന്നത്, നമ്മൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം നടക്കണമുണ്ട്. അപ്പോൾ ഈ നമ്മൾ 13-14 തീയതി എന്ന് വൈകുന്നേരം ഇവിടെ സ്ട്രൈക്ക് ചെയ്യാനാണ് അസോസിയേഷൻ്റെ തീരുമാനം. കേട്ടില്ല, പ്രോഗ്രാം 13-14 ഇവിടെ പ്രോഗ്രാം. നാളെയും മറ്റന്നാളും ആയിട്ടാണ് ഈ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധം നമ്മൾ അറിയിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് കോർപ്പറേഷൻ അവർ പറഞ്ഞിട്ടുണ്ട്, ഈ ഇതിൻ്റെ സംഘാടകർ കോർപ്പറേഷൻ നാളെ കൊണ്ടുവരാം, അവർ വന്നിട്ട് ഇനി ഇത് കൊടുക്കാത്ത രീതിയിലുള്ള കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോർപ്പറേഷന് നാളെ വന്ന് നമ്മൾ സംസാരിച്ചൊരു കോംപ്രമൈസിൽ എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സമരം പിൻവലിക്കും, ഇല്ലെങ്കിൽ സമരമായിട്ട് മുന്നോട്ട് ഉറപ്പായിട്ടും പോകും, അതിനൊരു സംശയം വേണ്ട. കഴിഞ്ഞുള്ള ഗ്രൗണ്ടിൻ്റെ അവസ്ഥ തന്നെയാണ് യെസ്, ഇത് കഴിഞ്ഞുള്ള മാലിന്യം എന്ന് പറഞ്ഞാൽ ഈ ചുറ്റുപാടും
2 ബാത്റൂമാണ് കോർപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. അവരത് ഉപയോഗിക്കാറില്ല. ഇതിനകത്ത് തന്നെ പുറത്തുനിന്ന് ടോയ്ലറ്റ് കൊണ്ടുവച്ചിട്ട് അവർ ആ ടോയ്ലറ്റിൽ വരുന്ന വേസ്റ്റുകൾ ഈ ഗ്രൗണ്ടിനകത്ത് ഒഴിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് നടക്കുന്നത്. അത് കോർപ്പറേഷൻ, അത് ഗ്രൗണ്ടിനകത്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പറേഷൻ ക്ലീൻ ചെയ്യുന്നുണ്ട്. അത് ആ ഗ്രൗണ്ടുമായിട്ട് തന്നെ സ്മെല്ലും പിടിച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുമായിട്ടും പല രോഗങ്ങളിലോട്ടും ചെന്നെത്തിപ്പെടുന്ന രീതിയിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അല്ല, ഇതിൻ്റെ ഒരു മെയിൻ പ്രോബ്ലം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവർ ഈ പരിപാടി കഴിഞ്ഞ് പോകുമ്പോഴുള്ള മാലിന്യം അതിവിടെ ഏകദേശം 2-3 ആഴ്ച ഇവിടെ ആർക്കും ആ സൈഡിലോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ഇതാണ് കാണുന്നത്. നമുക്ക് കളിക്കാനോ ഒന്നിനും പറ്റാറില്ല ഇവിടെ. നമ്മൾ പോയിട്ട് നമ്മൾ പ്രായമായവരും നമ്മൾ നടക്കാനൊക്കെയാണ് വരുന്നത്. ഈ കുഞ്ഞു കുട്ടികൾക്കൊക്കെ അവർക്ക് കളിക്കാൻ വേണ്ടി ഈ ഒരു ചുറ്റുപാടിൽ ഈ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. ഒരു 10-15 കിലോമീറ്റർ എടുത്തു നോക്കിയാൽ പബ്ലിക്കായിട്ടുള്ള ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്നത് പൂജപ്പുര ഗ്രൗണ്ടേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ഗ്രൗണ്ടും ഇല്ല ഇവിടെ. നമുക്ക് ഇത് തൈക്കാടുള്ള ഗ്രൗണ്ടിൽ അവിടെ പബ്ലിക്കിന് പോകാൻ പറ്റില്ല. SAP ഗ്രൗണ്ടിന് പബ്ലിക്കിന് പോകാൻ പറ്റില്ല. ഇവിടെ പബ്ലിക്ക് വന്ന് കളിക്കാൻ പറ്റുന്ന ഈ ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിനെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം വരുന്നു പറഞ്ഞ ഒരു തലമുറയ്ക്ക് അതൊരു ഉപകാരമായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒരു ചെറിയ കാര്യം കൂടെ അടിക്കാം. അതായത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്കൂളുകളിലെയും കോളേജുകളിലെയും ഗ്രൗണ്ടുകൾ പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കും. കാരണം ആരോഗ്യ പരിപാലനത്തിന് ഇത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ വ്യായാമം ചെയ്യുകയും ഓടുകയും ചാടുകയൊക്കെ ചെയ്യുന്നത് ശരീരത്തിന് ഗുണകരമാണെന്ന് ഒരു പ്രസ്താവന അദ്ദേഹം ഇറക്കിയിരുന്നു. പക്ഷേ അതിപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. സ്കൂളുകളിലും കോളേജിലും ഇപ്പോഴും പബ്ലിക്കിന് അവധി ദിവസങ്ങളിൽ പോയി കളിക്കാനുള്ള ഒരു സൗകര്യമില്ല. അതുപോട്ടെ, അതിന് ചില കാരണങ്ങൾ കാണാം, അത് നമ്മൾ ഒന്നും പറയുന്നില്ല. പക്ഷേ അതേസമയം ഈ ഗ്രൗണ്ടെങ്കിലും വിട്ടുകൊടുത്തൂടെ കളിക്കാൻ വേണ്ടി. ഇവിടെ ഈ മാലിന്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ പോയിൻ്റ് ചെയ്യാനുള്ളത്, ഇവിടെ ഈ സ്റ്റേജൊക്കെ നിർമ്മിക്കുമ്പോൾ അടിക്കുന്ന ആണി, മൂർച്ചേറിയ ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതൊന്നും ഇവർ ക്ലീൻ ചെയ്തിട്ടല്ല പോകുന്നത്. ഇവിടെ കളിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് തവണ ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. ഇതൊന്നും ഇതും തുരുമ്പെടുത്ത സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് വളരെയധികം ഡേഞ്ചറാണ്. ഞങ്ങളിത് സ്ഥിരമായിട്ട് അനുഭവിക്കുന്നുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം ഏതാണ്ട് ഒരു മാസത്തോളം ഇതിൻ്റെ മെറ്റൽ അവശിഷ്ടങ്ങൾ ഇവിടെ കാണും. അത് ഒരുപാട് ഇഞ്ചുറി ഇവിടുത്തെ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി ഇത് കോളേജിലെ ഫംഗ്ഷനാണ്. കോളേജിലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് കോളേജിൽ ഗ്രൗണ്ടില്ലാത്ത ഒരു കോളേജും നമ്മുടെ ഇവിടെ എങ്ങുമില്ല. പക്ഷേ കോളേജിലെ ഗ്രൗണ്ടിനകത്തൊന്നും ഇന്നലെ അവർ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ വന്ന് നടത്തുന്ന അവർ പറഞ്ഞത് കോളേജ് ഗ്രൗണ്ട് അവർക്ക് കൊടുക്കാറില്ല. കാര്യം കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് നടത്താൻ പറ്റുന്ന പരിപാടിയല്ല അവരിവിടെ ചെയ്യുന്നത്. പുറത്ത് പബ്ലിക്കിൻ്റെ ഇടയിലാകുമ്പോൾ എന്തുവാകും. കാര്യം ഇതിനു മുമ്പ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ പ്രോഗ്രാംസ് ഇവിടെ ഉണ്ടായിരുന്നു. അതേ പ്രോഗ്രാമാണ് അവരിവിടെ വെച്ച് പിന്നെയും ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാം നിന്നും സർക്കാരിൻ്റെ അനുമതിയോടുകൂടി നടത്താനുള്ള ഒരു സാഹചര്യവും ദയവ് ചെയ്ത് കോർപ്പറേഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്ന് നമ്മളൊരു റിക്വസ്റ്റ് പറയുന്നു. അതാണ് തീർച്ചയായിട്ടും ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുന്ന കുറച്ച് കളിക്കാനുള്ള ആൾക്കാരാണ്. ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിനകത്ത് കളി നടന്നാൽ പോലും ഇവിടെ വന്ന് ഓരോന്ന് പറഞ്ഞ് ഇവിടെ കളിയേ ഉള്ളൂ എന്ന് പറയുന്ന ആൾക്കാരെ ഇവിടെ ഉള്ളൂ. ഈ നാട്ടുകാർക്കൊന്നും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് എങ്ങനെ പോയിരുന്നിരുന്നാലും അവർക്കൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇത് സത്യം പറഞ്ഞാൽ ഈ കളിക്കുന്ന കുട്ടികൾക്കും ഇതിനു വേണ്ടി വരുന്ന ഈ ഗ്രൗണ്ടിനകത്ത് കളിയായിട്ട് ബന്ധപ്പെട്ട് വരുന്നവർക്ക് മാത്രമേ ഈ ഗ്രൗണ്ടുമായിട്ട് എന്തെങ്കിലും ഒരു ഇത് അടുപ്പമുള്ളൂ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഓണത്തിൻ്റെ പരിപാടിയാണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് ഒഴിപ്പിച്ച് നിർത്താൻ ഒരിക്കലും പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അത് നടന്നു പോവേണ്ട കാര്യമാണ്. പക്ഷേ വേറെ ഒരുവിധം ക്ലീൻ ചെയ്തിട്ടാണ് അവർ ബാക്കിയുള്ള ഓണപ്പരിപാടിയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ പരിപാടി ചെയ്യുന്നത്. പക്ഷേ ഇതിന് പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതല്ല. ഇപ്പം പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇതിനകത്ത് ഒരു മെറ്റലും അവർ കൊണ്ടുപോകില്ല. ഈ ആണിയൊക്കെ തറയടിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ കിടക്കും. മുട്ടുസൂചി ഇതൊക്കെ കുത്തിവെക്കുന്നതൊക്കെ മുട്ടുസൂചി ഇട്ടിട്ടാണ്. അപ്പോൾ അത് കുട്ടികളെ കാലിലാണ് പൊത്ത് കയറുന്നത്. അത് ഭയങ്കര ഒരു പ്രശ്നമാണ്. നമ്മൾ അതിന് തൊട്ടടുത്തൊരു വിക്കറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 25,000 രൂപ മുടക്കി നമ്മൾ ചെയ്ത വിക്കറ്റാണ് അവന്. സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് നോക്കിയാൽ കരഞ്ഞു, സങ്കടം വന്നു. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജിലുള്ള പിള്ളേരും ടൂർണമെൻറ്റ് വയ്ക്കുന്നത് അതിനകത്താണ്. നമ്മളെന്ന് പറഞ്ഞാൽ മോർണിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ക്ലബ്ബിയുടെ കളിയാണ്. അവരാണ് ആ വിക്കറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്ന രീതിയിലാക്കി തരണം. കളിക്കാൻ പറ്റുന്നുണ്ടോ ഗ്രൗണ്ടിൽ? ഗ്രൗണ്ടിൽ സ്ഥലം ഇപ്പം ഇത് കെട്ടിയോണ്ട് കുറവായതുകൊണ്ട് കളിക്കാൻ സാധിക്കുന്നില്ല. അല്ല ചോദ്യം കളിക്കാൻ പറ്റുന്നു. ഈ സ്റ്റേജ് കെട്ടിയപ്പോൾ കളിക്കാൻ പറ്റുന്നില്ല. എല്ലാ സമയത്തും നമ്മൾ നല്ലോണം കളിക്കാൻ